ഡൽഹി പ്രക്ഷോഭത്തിൽ വിട്ടുവീഴ്ചയില്ലാതെ ഇരുപക്ഷവും കേന്ദ്ര സർക്കാർ CJP ചർച്ചയിൽ തീരുമാനമായില്ല. നാളെ വീണ്ടും ചർച്ച. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയിൽ ഉറച്ച് CJP. വിദ്യാർത്ഥികളെ പോലീസ് മർദ്ദിച്ചതിന് പ്രധാനമന്ത്രി മാപ്പ് പറയണമെന്ന് രാഹുൽ ഗാന്ധി. പാർലമെന്റിൽ ഇന്നും ശക്തമായ പ്രതിഷേധം. നിതിൻ രാജിന്റെ ആത്മഹത്യയിൽ ഡിവൈഎസ്പിയെ വിളിച്ചുവരുത്തി ശകാരിച്ച് ഹൈക്കോടതി. ഡോക്ടർ റാമിനെ അറസ്റ്റ് ചെയ്തതിൽ മാത്രം എന്തുകൊണ്ട് വീഴ്ചയെന്ന് ചോദ്യം. അന്വേഷിച്ച 10 കേസിൽ 9ലും ശരിയായി പ്രവർത്തിച്ചല്ലോ എന്നും കോടതി. ADGP ഗുരുതര ചട്ടലംഘനം നടത്തിയെന്ന DGPയുടെ റിപ്പോർട്ട്. കേസ് ഡയറി അട്ടിമറിക്കാൻ ഉദ്യോഗസ്ഥർക്ക് മേൽ സമ്മർദ്ദം ചെലുത്തി. സ്വന്തം ഓഫീസ് ജീവനക്കാരെ ദുരുപയോഗിച്ചുവെന്നും കണ്ടെത്തൽ. അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിനെ സമീപിക്കാൻ അജിത് കുമാർ. മുട്ടിൽ മരം മുറിക്കേസിൽ പ്രതികളായ അഗസ്റ്റിൻ സഹോദരന്മാർ വിചാരണ നേരിടണം. പ്രതികൾ നൽകിയ ഹർജി ഹൈക്കോടതി റദ്ദാക്കി. വിശ്വാസവഞ്ചനാ കുറ്റം നിലനിൽക്കുമെന്ന് കോടതി. PK ശ്രീമതിക്കെതിരായ അവഹേളന വാർത്തകളിൽ അടിയന്തര നടപടി സ്വീകരിക്കാൻ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം. പരാതി ആഭ്യന്തര വകുപ്പിന് കൈമാറി. വാർത്ത നൽകിയ സ്ഥാപനങ്ങളിലേക്ക് മാർച്ച് നടത്തി CPIM. വഖഫ് ബോർഡ് വിവാദത്തിൽ മുഖ്യമന്ത്രി പറയുന്നത് കള്ളമെന്ന് CPIM. കേസ് തള്ളിയിട്ടില്ലെന്ന് MV ഗോവിന്ദൻ. വിധി വരും മുമ്പ് സംഘപരിവാർ ആഗ്രഹിക്കുന്നത് നടപ്പാക്കാൻ മുഖ്യമന്ത്രിക്ക് വ്യഗ്രതയെന്നും CPIM സംസ്ഥാന സെക്രട്ടറി. താരസംഘടനയിൽ ശ്വേതാ മേനോനെതിരെ നടിമാരുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ പടയൊരുക്കം. ചാറ്റുകളും വോയിസ് നോട്ടുകളും പുറത്ത്. ശ്വേത തുടരണോ തെരഞ്ഞെടുപ്പ് വേണോ എന്ന് ചോദ്യം. ചർച്ചകൾ. ശ്വേതയെ നേരത്തെ പുറത്താക്കിയ പെൺമക്കൾ ഗ്രൂപ്പിൽ. കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്കെതിരെ അൻസിബ കോടതിയിൽ.